ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. ഇന്ന് നമ്മൾ SCRTയുടെ ചാപ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത്. 5th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ 3 ചാപ്റ്റേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ വ്യക്തമായിട്ട് കേൾക്കുക. 1-2 തവണ ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് പോയിന്റ്സ് ഒക്കെ മനസ്സിൽ നിൽക്കും. നമുക്കറിയാം, ഇപ്പോൾ PSC റീസെൻ്റായിട്ട് ചോദിക്കുന്ന എല്ലാ എക്സാമുകളിലും SCRTന്ന് അതേ ലൈൻസ് തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുന്നുണ്ട്, ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യുന്നില്ല. മെയിൻ പോയിന്റ്സ് അത്യാവശ്യം വേണ്ട കുറേ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ്, മുഴുവൻ ചാപ്റ്റർ റീഡ് ചെയ്യുന്നില്ല. നമുക്ക് PSCക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. ആദ്യം നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ 5th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 11th ചാപ്റ്റർ നമ്മുടെ ഇന്ത്യ. ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നമ്മുടെ ഇന്ത്യ. ഏഷ്യ വൻകരയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ വൻകരയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? തെക്ക്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. തെലുങ്കാന സംസ്ഥാനം രൂപം കൊണ്ട വർഷം. തെലുങ്കാന സംസ്ഥാനം രൂപം കൊണ്ട വർഷം 2014 ജൂൺ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാലയം. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു പ്രധാന പർവ്വതനിരകൾ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു പ്രധാന പർവ്വതനിരകളാണ് ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യാനിരകൾ, സത്പുരാ നിരകൾ. ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യാനിരകൾ, സത്പുരാ നിരകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മൗസിൻഡ്രം, മേഘാലയ. ഇതൊക്കെ അതേപടി PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് വിചാരിച്ച് വലിയ പ്രാധാന്യം കൊടുക്കാതെ കേൾക്കരുത്. ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് മിക്കപ്പോഴും തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങളാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കു ഭാഗം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കു ഭാഗമാണ് ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് അറബിക്കടൽ. ഇന്ത്യയുടെ ദേശീയ തലസ്ഥാന നഗരം. ഇന്ത്യയുടെ ദേശീയ തലസ്ഥാന നഗരമാണ് ഡൽഹി. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഹിമാലയ പർവ്വതനിരയ്ക്ക് തെക്കായി ഹിമാലയം നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചുണ്ടായ വിശാലമായ സമതലം. ഹിമാലയ പർവ്വതനിരയ്ക്ക് തെക്കായി ഹിമാലയം നിരകൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചുണ്ടായ വിശാലമായ സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോണം, ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ. ഈ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ്. ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ്. വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മണൽക്കൂലകളും മരുഭൂമികളുടെ സവിശേഷതകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. എവിടെയാണ്? അതെ, രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി, രാജസ്ഥാൻ. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശം. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശം പീഠഭൂമികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ മറ്റു പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി.
ഇന്ത്യയിലെ മറ്റു പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങൾ. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങൾ. തീരപ്രദേശങ്ങൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങൾ. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളാണ് ലക്ഷദ്വീപ്, അത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, അത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഇതും ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണെന്ന് കരുതി ആരും പ്രാധാന്യമില്ലാതെ കേൾക്കരുത്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന എല്ലാം തന്നെ. ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളാണ് ലക്ഷദ്വീപ്, അത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, അത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അപ്പോൾ ഇവിടെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉപദ്വീപീയ നദികളെ ഓർത്തിരിക്കാൻ ഒരു ചെറിയ കോഡുണ്ട്, അതെല്ലാവർക്കും അറിയായിരിക്കും. ഗോഗൃ നാമഗാഥ. ഗോഗൃ നാമഗാഥ. ഗോ എന്ന് പറയുന്നത് എന്താ? ഗോദാവരി. കൃ എന്ന് പറയുന്നത് കൃഷ്ണ. നാമഗാഥ നാ എന്ന് പറയുന്നത് നർമ്മദ. മാ എന്ന് പറയുന്നത് മഹാനദി. കാ എന്ന് പറയുന്നത് കാവേരി. താ എന്ന് പറയുന്നത് താപ്തി. ഗോഗൃ നാമഗാഥ. അടുത്തത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഋതുക്കൾ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഋതുക്കളാണ് മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം. ഇന്ത്യയിൽ മഴക്കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും. ബിഹു ഏത് സംസ്ഥാനത്തെ ആഘോഷമാണ്? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിഹു ഏത് സംസ്ഥാനത്തെ ആഘോഷമാണ്? ആസാം. തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമാണ് പൊങ്കൽ. ഉത്തരേന്ത്യയിലെ പ്രധാന ആഘോഷം ഹോളി. ഇന്ത്യയിലെ പ്രധാന സസ്യജാലങ്ങൾ മഴക്കാട്, ഇലപൊഴിയും കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, പുൽപ്രദേശങ്ങൾ. മഴക്കാട്, ഇലപൊഴിയും കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, പുൽപ്രദേശങ്ങൾ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം 9. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം 9. കരയതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, മ്യാൻമർ, ബംഗ്ലാദേശ്. കരയതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, മ്യാൻമർ, ബംഗ്ലാദേശ്. സമുദ്രാതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്. മാലിദ്വീപ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് തന്നെ ഓരോ പോയിന്റ്സും, അതിൻ്റെ അകത്ത് പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിനനുസരിച്ചുള്ള പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ ക്ലാസ് കേൾക്കുകയും നോട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. 5th സ്റ്റാൻഡേർഡിൽ തന്നെ ചാപ്റ്റർ 3 നമ്മുടെ കുടുംബം. അതിൻ്റെ അകത്ത് എല്ലാ പോയിന്റ്സും നമുക്ക് ആവശ്യമില്ല, നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. എന്നിലൂടെ എന്ന കവിത ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയാണ് എന്നിലൂടെ. അതിൻ്റെ അകത്ത് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണി അമ്മ, അമ്മമ്മ പാറുക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മമ്മയോ, ഇത്രയേയുള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം. ഇത് എന്നിലൂടെ എന്ന കൃതിയിൽ കുഞ്ഞുണ്ണി മാഷ് രചിച്ചതാണ്. അപ്പം എന്നിലൂടെ എന്ന് പറയുന്നത് ആരുടെ കവിതയാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞത്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ഓക്ക് ബേൺ ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോർമലി ഒന്ന് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഈ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഓർത്തിരിക്കുക. അടുത്ത ചാപ്റ്റർ കരുതലോടെ ചെലവിടാം. 5th സ്റ്റാൻഡേർഡിൽ തന്നെ സാമൂഹ്യശാസ്ത്രം 4ാമത്തെ ചാപ്റ്റർ കരുതലോടെ ചിലവിടാം. അതിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഫസ്റ്റ് പറയുന്നത്.
നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ ഉള്ളതില്ലതാനും. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. ഇത് പറഞ്ഞതാരാ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ, ഗാന്ധിജി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നാണ് അത് എടുത്തിരുന്നത്. നമ്മൾ പലരും ഈ ചാപ്റ്റർ, ഈ 5th സ്റ്റാൻഡേർഡിലെ ഈ ചാപ്റ്റേഴ്സ് ഒന്നും നമ്മൾ നോക്കാറില്ല. ഇത് അറിയാവുന്നവർക്കറിയാം, അല്ലെങ്കിൽ ഇതൊന്നും റീഡ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് ഇത് അറിയത്തില്ല. അപ്പോൾ ഇനി ഓർത്തോണം, ഇത് പറഞ്ഞ ആരായിരുന്നു? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ ഉണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചിലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിലെ വരവ് ചിലവുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിനെ പറയുന്നത്. ഒരു കുടുംബത്തിലെ വരവ് ചിലവുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിനെ പറയുന്നതാണ് കുടുംബ ബജറ്റ്. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചിലവ് കണക്കാണ് പ്രവർത്തന ബജറ്റ്. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചിലവ് കണക്കാണ് പ്രവർത്തന ബജറ്റ്. ഇന്ത്യയിൽ കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും നിലവിലുണ്ട്. ഇന്ത്യയിൽ കേന്ദ്ര ബജറ്റും ഉണ്ട്, സംസ്ഥാന ബജറ്റും ഉണ്ട്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ ഈ ചാപ്റ്റർ കിടപ്പുണ്ട്. അല്ലാതെ തന്നെ വേറൊരു ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു, ചാപ്റ്ററിലും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് അത് കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ നമ്മൾ റീഡ് ചെയ്യാതെ പോകുന്നതുകൊണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ തന്നെ തുടങ്ങിയതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചാപ്റ്റേഴ്സ് പറയുന്നതും. അതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ലല്ലോ, അതിൻ്റെ അകത്തെ കണ്ടന്റ് നോക്കിയിട്ടല്ലേ. അപ്പം ആവശ്യമുള്ള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളോട് പറയുന്നതും. അപ്പോൾ ഈ പറയുന്ന എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളുടെ മനസ്സിലിരിക്കണം. അപ്പോൾ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്ന എപ്പോൾ മുതൽ എപ്പോൾ വരെയാ? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ 3 ചാപ്റ്ററും അതിൻ്റെ അകത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. 1-2 തവണ ക്ലാസ് കേൾക്കുക. അപ്പം നമ്മൾ അടുത്ത SCERT ചാപ്റ്ററുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യണം. നമ്മൾ 10th പ്രിലിംസ് ആകുന്നതിന് മുന്നേ തന്നെ എല്ലാ SCERT ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ SCERTയുടെ മെയിൻ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അല്ലാണ്ട് വീഡിയോസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. താങ്ക് യു.